ഒരു ഫൈറ്ററായി സ്വരാജിനെ ഇറക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ ഇതിൽ കാണുന്നത്. ആര്യാടൻ ഷൗക്കത്ത് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ അപ്പുറത്ത് അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ പാർട്ടിയുടെ ഒരു തീപ്പൊരി നേതാവിനെ, ഒരു യുവമുഖത്തെ തന്നെ ഇറക്കുകയാണ്. അപ്പോൾ ഇതൊരു ക്ലിയർ പൊളിറ്റിക്കൽ ഫൈറ്റായി മാറുകയാണ്. LDF വേഴ്സസ് UDF എന്നതിനൊപ്പം തന്നെ നമ്മളിവിടെ കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിണറായിസത്തിനെതിരെ PV അൻവർ രാജിവെച്ച് MLA സ്ഥാനം ഒഴിഞ്ഞുകൊണ്ട് അവിടെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നയിച്ച സാഹചര്യം പിണറായിസമാണല്ലോ. പിണറായിസത്തിനെതിരായ പോരാട്ടമാണെങ്കിൽ ആ പിണറായിസത്തിന് വേണ്ടി ബാറ്റ് ചെയ്യാനായിട്ടാണ് എം സ്വരാജിനെ ഇറക്കുന്നത്. അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടി ചോയ്സ് ആയിട്ടാണ് എം സ്വരാജ് വരുന്നത്. അപ്പോൾ ഇവിടെ പിണറായിസം ജയിക്കുമോ അതോ മറുഭാഗത്ത് അൻവറിനെ അടർത്തിയെടുത്ത് നിർത്തിയിരിക്കുന്ന സതീശനിസം വിജയിക്കുമോ? ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് സ്ഥാപിക്കാൻ നോക്കുന്ന പ്രതിപക്ഷത്തിന്റെ ഇസം വിജയിക്കുമോ എന്നുള്ളതിന്റെ ഒരു കൃത്യമായിട്ടുള്ള പ്രതിഫലനമായി ഈ തെരഞ്ഞെടുപ്പ് മാറാൻ പോകുന്നുവെന്നാണ് ഞാൻ കരുതുന്നത്. ഭരണവിരുദ്ധ വികാരം ഉണ്ടോ ഇല്ലയോ എന്നറിയാനുള്ള ഒരു ക്വാർട്ടർ ഫൈനലായിട്ടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ ഞാൻ കാണുന്നത്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു സെമി ഫൈനലായി വരാൻ പോകുന്നു. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത 8-9 മാസത്തിനുള്ളിൽ നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ക്വാർട്ടർ ഫൈനലിൽ വിജയിക്കുകയാണെങ്കിൽ അത് ഇടതുപക്ഷത്തിന് കൊടുക്കുന്ന ആത്മവിശ്വാസം എന്ന് പറയുന്നത് ചെറുതായിരിക്കില്ല. പോയാൽ അൻവർ പോയതുകൊണ്ട് പോയ ഒരു സീറ്റ് എന്നവർക്ക് പറയാം. പ്രതിപക്ഷത്തിന് അത് വലിയ രീതിയിലുള്ള ഒരു ഊർജ്ജമായി മാറുകയും ചെയ്യും.